ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് ഞാൻ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നിന്നുമാണ്. ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും അതിൻ്റെ 16-ാമത്തെ വാക്യവുമാണ് വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം ഒരു ദൈവവചന കേൾവിക്കായിട്ട് ഒരുങ്ങുകയാണ്. സാധാരണ വചന ശുശ്രൂഷയ്ക്കായി നാം പോയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാവും. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ പ്രസംഗം ആദ്യമായി കേൾക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയും ആ വ്യക്തിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള മാർക്കിടിയിലും നമ്മുടെ മുൻപാകെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പ്രാരംഭമായി ഓർമ്മിപ്പിക്കുന്നത് ഒരു വചന കേൾവിക്ക് ഇരിക്കുമ്പോൾ 3 ഇംഗ്ലീഷ് വാക്കുകൾ ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന് റെറ്ററിക് എന്നാണ്. റെറ്ററിക് എന്ന് പറയുന്നത് പ്രസംഗ പാഠവുമാണ്. ഭാഷ ഉപയോഗിക്കുവാനുള്ള കഴിവാണ് റെറ്ററിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദവും ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് 6-ലാണ്. റിഥമിക് എന്ന് പറയും. നമുക്കറിയാം, ഒരു പാട്ട് കേൾക്കുമ്പോൾ നല്ല റിഥമാന്ന് പറയും. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അതിൻ്റെ താളം സാഹചര്യം അനുസരിച്ച് ശബ്ദം ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ ഒരു പ്രസംഗത്തിൽ ഉണ്ടാകുന്നതായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ റെറ്ററിക്കും പ്രതീക്ഷിക്കരുത്, റിഥമിക്കും പ്രതീക്ഷിക്കരുത്. 3-മതൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതും 6-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ റിലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദൈവവചന കേൾവിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമൂഹവുമായുള്ള ബന്ധം, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധം ശരിയാക്കുക എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ വചന കേൾവിയിൽ കൂടെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്നത്. നാം കേട്ടിട്ടുള്ള പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ, എ ജർമ്മൻ ബോൺ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് who developed the theory of relativity. അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി അത് ഡെവലപ്പ് ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് 1921-ലാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സയന്റിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു അധ്യാപകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അധ്യാപകന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന് എല്ലാ വർഷവും വാർഷിക പരീക്ഷ നടത്തുമ്പോൾ, പരീക്ഷയുടെ ചോദ്യം തയ്യാറാക്കുമ്പോൾ എവറി ഇയർ സെയിം ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും സെയിം ക്വസ്റ്റ്യൻ ആണ് വിദ്യാർത്ഥികളോട് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ചില വർഷം ഇത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ആളുകൾ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു, സാറേ, ഈ എല്ലാ വർഷവും ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതുവാനായിട്ട് വളരെ എളുപ്പമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ദ ക്വസ്റ്റ്യൻ ഈസ് സെയിം ബട്ട് ദി ആൻസേഴ്സ് ആർ ഡിഫറെന്റ്. ന്യൂ ആൻസേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലീഡ് ടു ദ ന്യൂ ഇൻവെൻഷൻസ്. എല്ലാ വർഷവും ചോദ്യം ഒന്ന് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഉത്തരം മാറിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ പുതിയ ഉത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ, പുതിയ മനസ്സിലാക്കലുകൾ ഉണ്ടാകുമ്പോൾ, പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ശാസ്ത്രം നീങ്ങുന്നു എന്നാണ് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. ഇന്ന് ഈ വചന ശുശ്രൂഷയെ ആരംഭിക്കുമ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യനെങ്കിലും ഉത്തരം കണ്ടുപിടിക്കാൻ എൻ്റെ ജീവിതത്തിൽ പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ആരംഭിക്കട്ടെ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തോന്നും. ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഈസ് ക്രൈസ്റ്റ്?
യേശു കർത്താവ് ആരെന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിലെ പ്രാരംഭ ചോദ്യം. എൻ്റെ ഈ ധ്യാനത്തിലെ ഓരോ പോയിന്റും ഓരോ ചോദ്യങ്ങളാണ്, പോയിന്റുകളൊന്നുമില്ല, ഓരോ ചോദ്യങ്ങളാണ് എൻ്റെ പോയിന്റുകൾ. വേദപുസ്തകത്തിൽ യേശുക്രിസ്തു ആര് എന്ന് നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്, സംശയമില്ല. ദാഹിക്കുന്ന ഒരു വ്യക്തിയോട് യേശു ആരാണെന്ന് ചോദിച്ചാൽ അവൻ പറയും, കർത്താവ് ജീവന്റെ ജലമാണ് എന്ന് പറയും. വഴിയറിയാതെ ഉഴലുന്ന ഒരു മനുഷ്യനോട് കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അവൻ പറയും, ഹീസ് ദ വേ. യേശു കർത്താവ് എനിക്ക് വഴിയാകുന്നു എന്ന് അവൻ പറയും. കുരുടനോട് ചോദിച്ചാൽ അവന്റെ മറുപടി, കർത്താവ് എനിക്ക് കാഴ്ചയാണ്. ചെകിടനോട് ചോദിച്ചാൽ പറയും, കേൾവിയാണ് കർത്താവ്. അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും കർത്താവ് നിനക്ക് ആര് എന്ന് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ ജീവിതത്തിന്റെ അത്താണി എൻ്റെ കർത്താവാണ് എന്ന് പറയും. കൂട്ടം തെറ്റി ആടിനോട് ചോദിക്കുക, കൂട്ടം തെറ്റി ആടെന്ത് മറുപടി പറയും? എന്നെ തേടി വന്ന എൻ്റെ നല്ല ഇടയനാണ് കർത്താവ്. വൺ ഹൂ ഈസ് ഇൻ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്. കൂരിരുളിൻ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്നവർ, മരണനിഴലിൻ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്നവർ, അവരോട് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ കർത്താവ് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് എന്ന് പറയും. ഹി ഈസ് ദ റിസറക്ഷൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് എന്ന് തന്നെ മറുപടി പറയും. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തു ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ച്, ഉത്തരം കണ്ടുപിടിച്ച് ആ ഉത്തരത്തോടുള്ള നമ്മുടെ പ്രതികരണവുമായിട്ടാണ് നാം മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം വേദഭാഗം വായിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഈ ധ്യാനം മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്, ജീവിതത്തിൽ പല ചോദ്യങ്ങളുമായി യേശുവിന്റെ അടുക്കൽ വന്ന നിക്കോദമോസ്, ജീവിതത്തിൽ ചോദ്യങ്ങൾക്ക് കർത്താവിൽ നിന്ന് ഉത്തരം ലഭിച്ച നിക്കോദമോസ്, ആ ഉത്തരം ലഭിച്ചതിനനുസൃതമായി അവന്റെ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പും ഇഹലോക ജീവിതത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിച്ചതുമായ ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. അവൻ കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവിൽ നിന്ന് കേട്ടതും അതവന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ക്രമീകരിക്കാൻ സാധിച്ചതും അവന്റെ ജീവിതം പിന്നീട് ഒരു തരംഗമായി മാറിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഭാഗ്യസ്മരണീയനായ സക്രിയ സിരിമേനി പേരുകൾ ഇടുന്നതിൽ വളരെ അഗ്രഗണ്യനായ മനുഷ്യനായിരുന്നു. ഈ സിനിമാ മേഖലയിൽ പേരിടുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു സിനിമ ഉണ്ട്, ആരാണെന്നറിയാവോ? അതെ, നമ്മൾ അതിലേക്ക് പ്രവേശിക്കേണ്ട, സക്രിയ സിരിമേനിയെ കുറിച്ച് പറയാം. അപ്പോൾ സക്രിയ സിരിമേനി പേരുകൾ ഇടുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. തിരുമേനി സ്ഥാപനത്തിന് പേരിട്ടത് തരംഗം എന്നാണ്. തരംഗം എന്ന് പറയുമ്പോൾ വേഴ്സ് എന്ന അർത്ഥമുണ്ട്, റിപ്പിൾസ് എന്ന അർത്ഥമുണ്ട്. ഒരു തരംഗമായി നമ്മുടെ ജീവിതം ഒരു തരംഗമായി ഈ സമൂഹത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നാണ് തിരുമേനി നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചതും ഈ സ്ഥാപനത്തിന് പേരിട്ടതും. ഇന്ന് ആത്മീക തരംഗമായി ഇന്ന് നാം ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് ധ്യാനത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് ക്രൈസ്റ്റ് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം അല്ല, അത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ചോദ്യം. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് അഥവാ ഒന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് നിക്കോദമോസ് എന്നുള്ളതാണ്. ആരാണ് നിക്കോദമോസ്? ആരാണ് നിക്കോദമോസ്? 3-ാമത്തെ അധ്യായം വായിക്കുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ മനുഷ്യൻ. നിക്കോദമോസ് ആരാണെന്ന് മനസ്സിലായി. പരീശന്മാരുടെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിലെ പ്രമാണിയായ ഒരു മനുഷ്യൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, യോഹന്നാൻ സുവിശേഷം എഴുതിയിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ന് നിക്കോദമോസിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ എന്നാ കാര്യം? യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നുള്ളൂ. നിക്കോദമോസ് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരീശൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഹൂ ഈസ് എ ഫാരിസി? ആരാണ് പരീശൻ? നമ്മൾ ചിലപ്പോൾ പറയും നമ്മുടെ ഇടവയിൽ ഇന്നാരൊരു പരീശനാണെന്ന് പറയും. ഇനി മേലാൽ അത് പറയരുത് ഇവിടുന്ന് പോയിട്ട്. അതുകൂടാ ഞാൻ പറഞ്ഞു വരുന്നത്. BC 587
ബാബിലോണിയൻ സാമ്രാജ്യം യെരൂശലേം കീഴടക്കിയത്, യഹൂദ ജനങ്ങളെ കീഴടക്കിയത് BC 587 യെരൂശലേം ദേവാലയം തകർക്കപ്പെടുന്നത്. 30 മാസത്തെ ഇൻവേഷൻ ആണ് നടന്നത്. 30 മാസത്തെ അധിനിവേശം. 30 മാസം കൊണ്ട് ക്രമാനുഗതമായി യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. ദേശമില്ലാതെയായി. യഹൂദന്മാരെ അടിമകളായി ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ജെറമ്യാ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ അടിമത്തത്തിലേക്ക് പോകുന്ന ജനം കൃത്യം 70 സംവത്സരം കഴിയുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ബാബിലോണ്യ സാമ്രാജ്യം തകരും, സാമ്രാജ്യം വിഭജിക്കപ്പെടും. എന്റെ ജനത്തെ ബാബിലോണിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് യെരമ്യാ പ്രവാചകൻ നൽകിയതാണ്. ഞാൻ പറയട്ടെ, ദൈവം തമ്പുരാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിറപടിയായി നിവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. യെരമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, പ്രവാസത്തിൽ പോയ ജനത്തോട് പറഞ്ഞു, 70 സംവത്സരം നിങ്ങൾ അവിടെ പാർക്കുമെങ്കിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും, നിങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരും. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ബെൽഷസ്സർ രാജാവ് ഉറങ്ങുവാൻ കിടന്നു. ഒരു കയ്യ് ഭിത്തിമേൽ എഴുതിക്കൊണ്ടിരുന്നു. എന്താ എഴുതിയത്? മേനെ മേനെ തെക്കേൽ ഊഫർസീൻ. അതിന്റെ അർത്ഥം എന്താണ്? നിന്നെ ഞാൻ തൂക്കി നോക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ സാമ്രാജ്യം ഞാൻ വിഭജിക്കാൻ പോകുന്നു. അന്ന് രാത്രിയിൽ ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. പേർഷ്യൻ രാജാവായ കോരശ് അഥവാ സൈറസ് ഈ ദേശം പിടിച്ചെടുത്തു. ഇത് പാഴ്സികളും മേദ്യരും ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. കോരശ് രാജാവ് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, കോരശ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്, യെരൂശലേം ദേവാലയം പണിയുവാൻ ദൈവം തമ്പുരാൻ എനിക്ക് ആജ്ഞ നൽകിയിരിക്കുന്നു. ആയതുകൊണ്ട് യഹോവയുടെ ജനങ്ങളായി ആരെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ യെരൂശലേം ദേവാലയം പണിയുവാൻ താല്പര്യമുള്ളവർക്ക് ബാബിലോണിൽ നിന്ന്, ഇത് നമുക്കറിയാവുന്ന കാര്യമാ, ബാബിലോണിൽ നിന്ന് അവർക്ക് മടങ്ങിപ്പോകാം. എസ്രായുടെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ മടങ്ങിപ്പോയവരുടെ പാട്ട് സങ്കീർത്തനത്തിലുണ്ട്. 136-ാം സങ്കീർത്തനമൊക്കെ അവർ അന്ന് പാടിയ സങ്കീർത്തനമാണ്. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു, ഞങ്ങളുടെ വായിൽ ചിരിയുണ്ടായിരുന്നു. അവിടെ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആ ദേശത്ത് എന്ന് മുള്ളും പറക്കാരെയുമുള്ള ആ ദേശം കണ്ടപ്പോൾ എങ്ങനെ വെട്ടിക്കിളച്ച് ഇവിടെ വിതയിടുമെന്നുള്ള വലിയ ആകുലതയിൽ ആ നിലങ്ങളുടെ കരയ്ക്ക് നിന്ന് അവർ പാടിയതാണ്, യഹോവേ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇവർ ഒരു കൂട്ടമാണ് വന്നത്. എസ്തേർ തുടങ്ങിയ ആളുകൾ ഇന്നും ബാബിലോണിൽ തന്നെ പാർക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ പ്രവാസികളെ നീ മടക്കി വന്ന് ഈ ഊഷരഭൂമിയെ സമൃദ്ധമാക്കണമെന്നുള്ള അവരുടെ പ്രാർത്ഥനയാണ് 136-ാമത്തെ സങ്കീർത്തനം. നമ്മുടെ വിഷയം അതല്ലല്ലോ. ജനം ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. എസ്രായുടെ പുസ്തകവും നെഹമ്യാവിന്റെ പുസ്തകവും പഠിക്കുമ്പോൾ മടങ്ങി വന്ന ജനം തങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കി. തങ്ങളിലേക്ക് തന്നെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അങ്ങോട്ട് പോയതുപോലെയല്ല. അതിന്റെ കാരണം അന്യദേശത്തെ ദൈവങ്ങളുടെ സ്വാധീനമാണ്. അന്യദേശത്തെ സംസ്കാരം ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്യദേശത്തെ ഭക്ഷണ രീതി ചിലരെ സ്വാധീനിച്ചിട്ടുണ്ട്. പോയി പാർത്ത ദേശത്തിലെ എല്ലാ ജീവിതാനുഭവങ്ങളും ഇവരെയും സ്വാധീനിച്ചതുകൊണ്ട് അവർക്ക് മനസ്സിലായി, അങ്ങോട്ട് പോയതുപോലെയല്ല ഞങ്ങൾ തിരികെ വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. അതിനുവേണ്ടി തങ്ങളെ തന്നെ സെപ്പറേറ്റഡ് ദംസെൽസ്, തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി സെപ്പറേറ്റഡ് ദംസെൽസ് ഫ്രം വാട്ട് ഈസ് അൺഹോളി, സെപ്പറേറ്റഡ് ദംസെൽസ് ഫ്രം വാട്ട് ഈസ് അൺഹോളി. അതേപോലെ തന്നെ അൺഹോളി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, തങ്ങളെ തന്നെ അൺക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് അവരൊരു തീരുമാനമെടുത്തു. ഇങ്ങനെ തീരുമാനമെടുത്തതിനെ ഉപയോഗിക്കുന്ന ഹീബ്രു പദം
പറൂഷ് എന്ന ഹീബ്രു പദമാണ് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പോയി അവർ മടങ്ങി വന്നപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ആ ദേശത്തിലെ പല കാര്യങ്ങളും സ്വാധീനിച്ചിരിക്കുന്നു. യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അൺഹോളി ആയിട്ടുള്ളത്, അൺക്ലീൻ ആയിട്ടുള്ളത് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, തങ്ങളെ തന്നെ വേർതിരിക്കുവാൻ അവർ തീരുമാനമെടുത്തതിനെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഭാഷയാണ് പറൂഷ്. ഈ പറൂഷിൽ നിന്നാണ് ആരുണ്ടായത്? പരീശൻ എന്ന പദം ഉണ്ടായത്. അപ്പോൾ നിങ്ങളൊന്ന് ധ്യാനിച്ച്, ഇനി നമ്മുടെ അപ്പുറത്തെ ആളിനെ പരീശൻ എന്ന് വിളിക്കാൻ പറ്റുമോ? വേദപുസ്തകത്തിലെ റിഫോംഡ് ആയിട്ടുള്ള ആളുകളാണ് പരീശർ. പിന്നീട് മക്കാബിയൻ റിവോൾട്ടിന് ശേഷം ഇവർ രണ്ടായി പിരിഞ്ഞ് സദൂക്യരും പരീശരും ഒക്കെ ഉണ്ടായത് ചരിത്രത്തിന്റെ ഭാഗമാണ്. പരീശൻ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് വലിയ എരിവാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നയാളാണ്. മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് വലിയ എരിവുള്ള ആളുകളാണ് പരീശന്മാർ. ദശാംശം കൃത്യമായി നൽകുന്ന ആളുകളാണ് പരീശൻ. പുനരുദ്ധാനത്തിലും നിത്യജീവനിലും വിശ്വാസമുള്ള ആളുകളാണ് പരീശർ. ഒരാവറേജ് മാർത്തോമക്കാരനെ എടുക്കുക. പുനരുദ്ധാനത്തിൽ വിശ്വാസമുണ്ട്, നിത്യജീവനിൽ വിശ്വാസമുണ്ട്, ദശാംശം മാറ്റിവെക്കാൻ നാം ശ്രമിക്കാറുണ്ട്, എന്നാൽ അതിൽ അധികം ചില സമയം നമ്മൾ കൊടുക്കാറുണ്ട്. ദൈവത്തെക്കുറിച്ച് നമുക്ക് വലിയ എരിവാണ്, സഭയെക്കുറിച്ച് നമുക്ക് വലിയ എരിവാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദോസ്വനിയും കൈക്കൊണ്ട് നടക്കണമെന്നതിലെല്ലാം ഹൃദയത്തിലാക്കിയിട്ട് നമ്മൾ നടക്കുന്ന ആളുകളുമാണ്. പ്രിയമുള്ളവരെ, പരീശൻ കൊള്ളാമോ? പരീശൻ കൊള്ളാമെങ്കിൽ എന്തിനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 3.5 വർഷക്കാലം നിരന്തരം ഇവരോട് മല്ലുപിടിച്ചത്? 3.5 വർഷക്കാലം നിരന്തരം ഇവരോട് വഴക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ അടിസ്ഥാനപരമായി ന്യൂനത അവർക്ക് സംഭവിച്ചു കാണണം. പരീശനാണ് ന്യായപ്രമാണത്തിന്റെ കസ്റ്റോഡിയൻ. ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നത് പരീശനാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് പരീശനാണ്. പരീശൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം തനിക്ക് പറ്റുന്നത് പോലെ ചില കാര്യങ്ങൾ വരുമ്പോൾ തങ്ങൾക്ക് ചെയ്യാവുന്നത് പോലെ ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു കൊടുക്കും. തങ്ങൾ അത് ചെയ്യുകയും ചെയ്യും. പാവപ്പെട്ടവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ന്യായപ്രമാണം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. പരീശൻ ഇതങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോൾ, തലനാരിഴ കീറി അങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോൾ പരീശൻ പറയുകയാണ്, ശബത്ത് ദിവസം നടക്കുക പോലും അരുത്. എന്നാൽ ഒരു അത്യാവശ്യം വന്നാൽ എത്ര ചൂട്ടടി നടക്കാം. വേദപുസ്തകത്തിന് പുറത്തുള്ള വായനകൾ പറയുന്നത്, പരീശൻ പറഞ്ഞു 2000 ക്യൂബിറ്റ്സ്. 2000 ക്യൂബിറ്റ്സ് എന്ന് പറയുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ ലേവ്യർ യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് പോകുമ്പോൾ ജനം പിറകെ അകലം വിടേണ്ട ദൂരമാണ് 2000 ക്യൂബിറ്റ്സ്. 2000 മുഴമെന്ന് പറഞ്ഞാൽ ഒരു 3/4 മൈലിനടുത്ത് വരും സ്ഥലം. പരീശൻ പറഞ്ഞു, ഈ 2000 എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിക്കോദമോസ് എന്തുകൊണ്ടാണ് വന്നത്? വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, ഹി കെയിം ബൈ നൈറ്റ്. എപ്പോഴാണ് വന്നത്? രാത്രിയിലാണ് വന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ രാത്രി എന്ന് പറയുന്ന പല ഭാഗങ്ങളിൽ നോട്ട് ദ ഫിസിക്കൽ ഡാർക്ക്നെസ്, നമ്മൾ രാത്രിയിൽ 8 മണിക്കും 9 മണിക്കും കാണുന്ന രാത്രിയെ കുറിച്ചല്ല പറഞ്ഞത്. എ സ്റ്റേറ്റ് ഓഫ് ബ്ലൈൻഡ്നെസ്, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീകമായ കൂരിരുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നിക്കോദിമോസിന്റെ ജീവിതത്തിൽ നിക്കോദിമോസ് രാത്രിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു രാത്രി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അവന്റെ ആത്മാവിൽ ഇരുട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ശൂന്യത വന്നിരിക്കുന്നു. കൂരിരുട്ടിന്റെ അനുഭവത്തിൽ കൂടെയാണ് അവൻ കടന്നു പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ജൂദാസ് ഇസ്കാരിയോത്ത് ജൂദ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, കർത്താവിന്റെ മേശയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ പറയുന്നത്. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നു, ആ സമയം രാത്രിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ അന്തരാത്മാവിൽ ഇരുട്ട് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാർ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നു, യേശുദാനും അവിടെ വന്നിട്ടില്ലായിരുന്നു. ആ സമയം
യേശു അകലെ നിൽക്കുന്ന സമയം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അന്ധകാരം ബാധിച്ചു എന്ന് തോന്നുമ്പോൾ, ജീവിതത്തിൽ ശൂന്യത ഉണ്ടായിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ, ജീവിതത്തിൽ ചില തകർച്ചകളുടെ വക്കിലാണ് നിൽക്കുന്നതെന്ന് തോന്നുമ്പോൾ, കർത്താവിൽ നിന്ന് അല്പം മാറിപ്പോയി എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കടുത്ത് വരാവുന്ന ഒരേ ഒരിടം യേശു കർത്താവിന്റെ സന്നിധി മാത്രമാണ്. അതൊരു പക്ഷേ ഭയത്തിന്റെ കൂരിരുട്ടാകാം, രോഗത്തിന്റെ കൂരിരുട്ടാകാം, ഒരുപക്ഷെ നാം ചില കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോൾ നാം അനുഭവിക്കുന്നതായ ചില വ്യതകളാകാം, നാളെയെക്കുറിച്ചുള്ള ഭാരത്തിന്റെ കൂരിരുട്ടാകാം. ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഡാർക്ക്നെസ്, ഈ സ്പിരിച്വൽ ഡാർക്ക്നെസ്, ജീവിതത്തിൽ എന്ത് തന്നെയായിരുന്നാലും യേശുവിന്റെ അടുക്കൽ വരിക തന്നെ വേണം. അവനാണ് നമ്മെ സഹായിപ്പാൻ ശക്തൻ. കഴിഞ്ഞ ഒലിവറ്റ്നാദത്തിൽ, ഈ ഒലിവറ്റ്നാദത്തിൽ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു പാട്ടിനെ കുറിച്ച് എഴുതിയിടാറുണ്ട്. നിങ്ങൾ ചില ആളുകളെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ ഒലിവറ്റ്നാദത്തിൽ ഒരു പാട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് HF ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ പട്ടക്കാരനാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മധ്യേ യൗവനപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ട്യൂബർകുലോസിസ്, TB രോഗം പിടിപെട്ടു. TB രോഗം പിടിപെട്ടപ്പോൾ ചില വർഷങ്ങൾ കൂടെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോയി. എന്നാൽ ഇനിയും പൂർണ്ണമായും ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാൻ സാധിക്കാതെ വന്നതായ ഒരു സാഹചര്യം. അവസാന സമയം അദ്ദേഹം ശുശ്രൂഷ ചെയ്തത് ഒരു തീരപ്രദേശത്തെ ഒരു ദേവാലയത്തിൽ മുക്കുവന്മാരായ ആളുകൾ ശുശ്രൂഷ ചെയ്യുന്ന, നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് മുക്കുവന്മാരായ ആളുകൾ ജീവിക്കുന്നതായ ഒരു ഗ്രാമത്തിലെ ഒരു ദേവാലയത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹത്തെ സഭാ ശുശ്രൂഷയിൽ നിന്ന് വിടർത്തി അവിവാഹിതനായ പട്ടക്കാരൻ ദേവാലയം വിട്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അന്നത്തെ ആരാധനയിൽ ദേവാലയത്തിലെ ആളുകളൊക്കെ കരഞ്ഞും കണ്ണുനീർ വാർത്തുമൊക്കെ അദ്ദേഹത്തെ യാത്രയാക്കി. ആരോഗ്യം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. ഒരു ദിവസത്തെ വഴിയാത്ര നടന്നു പോയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് മുൻപ് ശുശ്രൂഷ അവസാനിപ്പിച്ച് എല്ലാവരുമായി യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് യാത്ര പോവുകയാണ്. കയ്യിലൊരു പെട്ടിയും പിടിച്ച് വർഷങ്ങൾക്ക് മുൻപ് നാടിനോട് വിട പറഞ്ഞതാണ്. മാതാപിതാക്കളില്ല, ബന്ധുക്കൾ ആരുമില്ല. ഒരുപക്ഷെ ഇടിഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഭവനത്തിലേക്ക് ചെന്നു ചേരുമ്പോൾ ഇനിയും ആരാണ് തന്നെ കരുതുന്നത്? ഇത്രയും നാൾ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ പാർത്തവനാണ്, ഇപ്പോൾ TB ബാധിച്ച് രോഗം മൂർച്ഛിച്ചിരിക്കുന്നു. സഹായിപ്പാൻ ആരുമില്ല കർത്താവേ. ഈ വ്യതയോടുകൂടെയാണ് ഓരോ ചുവടും വെച്ച് മുൻപോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നടന്ന് നടന്ന് ഗ്രാമത്തോടടുത്തു. ഗ്രാമത്തോടടുത്തപ്പോൾ സന്ധ്യയാകുന്നു. സൂര്യൻ അസ്തമിക്കുന്നു, സന്ധ്യയാകുന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. ഇനിയും വീട്ടിലേക്കെത്താൻ ചില കിലോമീറ്ററുകൾ കൂടെ. ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാരം കൊണ്ട് കാലുകൾ മുൻപോട്ട് വെക്കുവാൻ സാധിക്കാതെ വേച്ച് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ഭവനത്തിൽ എത്തിച്ചേർന്ന് ആ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്നാണ് പറയുന്നത്. ആ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ജീവിതത്തിൽ ആരാണ് ഒരു അത്താണി? ഇത്രയും നാൾ കർത്താവിന്റെ ശുശ്രൂഷയിലായിരുന്നു, അനേകം ആളുകളോട് ദൈവവചനം ഘോഷിച്ചതാണ്, അനേകം ആളുകളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെട്ടതാണ്. എന്നാൽ താൻ തനിയായി ഏകനായി പാർക്കുവാൻ പോകുമ്പോൾ ആരെന്നെ സഹായിക്കുമെന്നുള്ളതായ ചിന്തയോടുകൂടെ രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ മയങ്ങി. അർദ്ധരാത്രിയിൽ തന്നെ ഞെട്ടി ഉണർന്ന് അദ്ദേഹം എഴുതി പാടിയ പാട്ടാണ് ക്രിസ്തീകീർത്തനങ്ങളുടെ 8ാമത്തെ പാട്ട്. ഏത് പാട്ടാണ്? കൂടെ പാർക്ക നേരം വൈകുന്നിതാ, കൂരുരുളേറുന്നു പാർക്ക ദേവ, ആശ്രയം വേറില്ല നേരം തന്നിൽ ആശ്രിത വത്സല. എന്റെ പ്രിയമുള്ളവരെ, ഇത് എമൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ്. കർത്താവെ, ആശ നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രതിസന്ധിയുടെ മധ്യത്തിലുമാണ്, ഇനിയും പ്രതീക്ഷിപ്പാൻ ഒന്നുമില്ല. എൻ്റെ കർത്താവെ, നീ അല്ലാതെ ആശ്രയമായി വേറെ ആരുമില്ല. നിക്കോദമോസ് ഈ ജീവിതത്തിന്റെ പ്രത്യേക അനുഭവത്തിൽ ചോദ്യങ്ങളുമായി യേശുക്രിസ്തുവിന്റെ അരികിൽ വന്നു. എൻ്റെ 3ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ജീസസ് എൻകൗണ്ടർ നിക്കോദമോസ്? നിക്കോദമോസിനെ യേശു കർത്താവ് എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
ഒരു ശരാശരി മാർത്തോമക്കാരനെ മനസ്സിലാക്കണമെങ്കിൽ നിക്കോദമോസിലേക്ക് വീണ്ടും നോക്കാം. നിക്കോദമോസ് ഈ പ്രശ്നങ്ങളുമായി യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇത് പറയാനാണോ വന്നത്? അല്ല, നീ സ്വർഗത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് ഈ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പറയാൻ വേണ്ടിയാണോ വന്നത്? അതിലും വലിയ എടുത്താ പൊങ്ങാത്ത പ്രശ്നങ്ങളുമായിട്ടോ വരുന്നത്. പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പപ്പും പടലും ഇങ്ങനെ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം. കർത്താവേ, നിനക്കറിയാമല്ലോ, അല്ലേ? നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച കൂടെ നീ എന്നോട് പറഞ്ഞതാണല്ലോ. കർത്താവിനെ നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. ആദ്യത്തെ 3 സെന്റൻസ് കർത്താവിന്റെ ഗുണഗണങ്ങൾ നമ്മൾ പറഞ്ഞ് കർത്താവിനെ കേൾപ്പിക്കും. പിന്നീട് കർത്താവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മിപ്പിക്കും. നിക്കോദമോസ് നമ്മോട് കൂട്ട് തന്നെ. നിക്കോദമോസ് അവിടെ നിന്ന് കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അവിടെ വന്ന് നിന്നുകൊണ്ട് കർത്താവിനെ പുകഴ്ത്തി ചില കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നിക്കോദമോസിനോട് യേശു എന്താ മറുപടി പറഞ്ഞത്? ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം നിനക്ക് കാണുവാനായിട്ട് കഴിയില്ല. എന്തോ ഈ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞ? ഈ മനോരമ ക്ലാസിഫൈഡ്സിൽ കാണുന്ന അതാണോ? ബോൺ അഗെയിൻ ക്രിസ്ത്യൻ അതാണോ? എന്താ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്ന പോലല്ല പോകേണ്ടത്. അല്ലേ? പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം. നിങ്ങൾ പുതുതായി ജനിച്ചവരാണോ? വീണ്ടും ജനനത്താലുള്ള പുത്രത്വത്തിന്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തോമസ് ടി ഐപ്പ് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ആ ഒരു ഉറപ്പിലാണ് നിൽക്കുന്നത്. ദൃശ്യമായ വിധത്തിൽ വെള്ളവും അദൃശ്യമായ വിധത്തിൽ ആത്മാവും മൂറോൻ അഭിഷേകവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മാമോദീസായിൽ കൂടെ വിശുദ്ധ സഭയുടെ അംഗമായി തീർന്നവരാണ് നാം ഓരോരുത്തരും. മറന്നുപോകരുത്. ദൃശ്യമായ വിധത്തിൽ വെള്ളവും അദൃശ്യമായ വിധത്തിൽ ആത്മാവും മൂറോൻ അഭിഷേകവും ഇതൊന്നിച്ച് പ്രവർത്തിക്കുന്ന മാമോദീസായിൽ കൂടെ തിരുസഭയുടെ അംഗങ്ങളായ നാം പുത്രത്വത്തിന്റെ അവകാശത്തിലേക്കാണ് പ്രവേശിക്കപ്പെട്ടത്. അതുകൊണ്ട് വീണ്ടും ജന്മം എന്ന് പറയുന്നത് ഈ പുത്രത്വത്തിന്റെ ആത്മാവിലേക്കാണ് നാം പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. യേശു കർത്താവ് നിക്കോദമോസിനോട് പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ പുത്രത്വത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട നമ്മൾ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. എന്താ നമ്മുടെ ബലഹീനത? പൗലോസ് പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നു, പറഞ്ഞുകൂടാത്ത ഞരക്കം പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി കൊണ്ടുചെല്ലാൻ ആർക്കറിയാം? ദൈവത്തിന്റെ ആത്മാവിന്. വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പറഞ്ഞുകൂടാത്ത ആത്മാവിൻ ഈ ഞരക്കത്തെ പോലും സ്വർഗത്തിൽ പ്രാർത്ഥനയായി കൊണ്ടുചെല്ലാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് ഷോർട്ട് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രയർ. ഞങ്ങളുടെ പാണ്ടനാട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ഷോർട്ട് പ്രയർ എന്ന് പറഞ്ഞു, കർത്താവെ മാത്തനെ ഇതാ മലക്കുന്നു, നീ സകലവും, അതിനപ്പുറത്തൊരു പ്രാർത്ഥന ഇല്ലെന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവനെ നന്നായി അറിയുന്ന ദൈവത്തിന് മുൻപാകെ വന്ന് പറയാണ്, പകലന്തിയോളം അധ്വാനിച്ച മനുഷ്യൻ അന്ന് രാത്രിയിൽ നടുനിവർത്തുമ്പോൾ ദൈവത്തോട് പറയാണ്, കർത്താവെ നീ സകലവും. നമ്മുടെ പ്രാർത്ഥന നാം ഒന്ന് ധ്യാനിക്കണം. എത്ര നാളായി കുടുംബ പ്രാർത്ഥനയ്ക്ക് യേശുവെ പോലെ ആകുക എന്നുള്ള പാട്ട് പാടിയിട്ട്? ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ നമ്മുടെ പാട്ടിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടാൽ അറിയാം നമ്മുടെ ആത്മീയ ജീവിതം. ഒരു ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ആത്മീക തലം. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആളുകളാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. നാം മക്കളെങ്കിലോ അവകാശികളത്രേ.
ദൈവത്തിന് സ്തോത്രം. ഈ വലിയൊരു അവകാശത്തിലേക്കാണ് നാം പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ബോധ്യമില്ലാതെ നാം അവിടെയും ഇവിടെയും ഓടിയാൽ നമ്മുടെ ജീവിതം വൃഥാവായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. നിക്കോദെമോസിനോട് യേശു കർത്താവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിക്കോദെമോസ് വീണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ നിക്കോദെമോസിനോട് യേശു പറഞ്ഞു, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിതൊന്നും അറിയത്തില്ലയോ എന്ന് പറയാണ്. അവസാനത്തെ ടാബ്ലറ്റും കൊടുത്തു. എന്താണ് 16-ാമത്തെ വാക്യം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ ഇടപെടിയിൽ യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത്, അവന്റെ ജീവിതത്തിന്റെ സമൂലമായ മാറ്റം നാം പിന്നീട് കാണുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ 3-ാമത്തെ ചിന്ത അവിടെ നാം മനസ്സിലാക്കണം. വാട്ട് ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് നിക്കോദമോസ്. നിക്കോദമോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം 7-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു. സെന്നിദ്രയ സംഘം കൂടിയിരിക്കുകയാണ്. അവരുടെ മധ്യത്തിൽ ആ ജൂയിഷ് കൗൺസിലെ അംഗമായി നിക്കോദമോസും അവിടെ ഇരിപ്പുണ്ട്. യെരുശലേമിലെ പോലീസ്, ചേവകർ എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ടെമ്പിൾ പോലീസ്. അവർ യേശുവിനെ പിടിക്കുവാൻ പോയി. യേശുവിനെ പിടിക്കുവാൻ കഴിയാതെ മടങ്ങി സെന്നിദ്രി സംഘത്തിൽ വന്നു. സെന്നിദ്രി സംഘത്തിൽ വന്ന് റിപ്പോർട്ട് കൊടുത്തു, യേശുവിനെ പിടിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ നാം വായിക്കുന്നു, മുൻപേ രാത്രിയിൽ വന്ന നിക്കോദമോസ് സ്റ്റുഡപ്പ്, അവിടെ എഴുന്നേറ്റ് നിന്നു. നിക്കോദമോസ് പറഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ, അവന്റെ വായിലെ വാക്കുകൾ കേട്ട് മാത്രമാണ് നിങ്ങൾ അവനെ പിടിക്കാൻ പോയിരിക്കുന്നത്. അവൻ ആരാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ യേശുവിനെ പിടിക്കുവാനായിട്ട് നിങ്ങൾ പോകുകയില്ലായിരുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ, കൂരിരുട്ടിന്റെ മധ്യത്തിൽ, ജീവിതത്തിലെ ഉറപ്പുകളൊക്കെ നശിച്ചുപോയ സാഹചര്യത്തിൽ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് നിക്കോദമോസ് നട്ടുച്ചയ്ക്ക് എഴുന്നേറ്റ് എന്ന് പറയാണ്. യേശുവിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് നിക്കോദമോസ് മാറി എന്നാണ് പറയുന്നത്. എവിടുന്ന് കിട്ടി ഈ ധൈര്യം? സെന്നിദ്രി സംഘത്തിന്റെ മധ്യത്തിൽ നിന്ന് യഹൂദന്, പരീശന്മാരുടെ പ്രമാണിക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം എഴുന്നേറ്റ് എന്ന് പറയുവാനായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ. യേശുക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കിയത്, കർത്താവിന്റെ അടുക്കൽ പോയിരുന്നത്, അവന്റെ സന്നിധിയിൽ ഇരുന്നത്, കർത്താവിനെ രുചിച്ചറിഞ്ഞത്, ഇപ്പോൾ ഭയമില്ലാതെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷയിൽ ആദ്യമേ 2 ടേം മിഷണറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലും കർണാടകയിലും. കർണാടകയിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ വിലക്ക് വരാൻ തുടങ്ങിയ ഒരു കാലം, ആ കാലഘട്ടമൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ആ സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രതിസന്ധികൾ നേരിട്ട ഒരു സമയമുണ്ട്. ഒരു ഗ്രാമത്തിൽ മനഃപൂർവ്വമായൊരു പ്രശ്നമുണ്ടാക്കി, അത് ജയിലിൽ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി, വലിയ കേസായി, പ്രശ്നമായി. അതിൻ്റെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടി പോലീസ് അധികാരികൾ മിഷണറി അച്ഛനും സുവിശേഷകരുമായിട്ടൊക്കെ ഒന്നിച്ചിരുന്ന് ഇനിയും ഈ ഗ്രാമത്തിൽ പ്രശ്നമുണ്ടാകരുത്, അതിനുള്ള പരിഹാരം തേടാനായിട്ട് വന്നിരിക്കുകയാണ്. പോലീസ് അധികാരികൾ പറഞ്ഞ ഒരു കാര്യം, അടുത്ത 3 മാസത്തേക്ക് നിങ്ങളുടെ ദേവാലയം, 3-6 മാസത്തേക്ക് ദേവാലയം തുറക്കരുത്, ഇവിടെ ഒരു ആരാധനയും പാടില്ല. ഈ 6 മാസം കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും. അത് കഴിയുമ്പോൾ ഞങ്ങൾ അനുവാദം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാം. മിഷണറി അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും യെസ് എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ 5-6 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നൊരു സുവിശേഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് ആരാധിക്കാൻ പള്ളി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ഹോള് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, സാറിന്റെ വീട് തുറന്നു തന്നാലും ഞങ്ങൾ ദൈവത്തെ അവിടെ. എവിടുന്ന് കിട്ടിയ ധൈര്യം? ഈ അച്ഛനായി ധൈര്യമില്ലാതിരുന്നത്? എൻ്റെ കൂടെ പ്രവർത്തിച്ച സുനിൽ സാർ സുവിശേഷൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ധൈര്യം എവിടെയാണ് ചോർന്നു പോയത്? എന്നാൽ ഈ അടുത്ത സമയത്ത് മാത്രം കർത്താവിന്റെ വേലയിലേക്ക് വന്ന വേറൊരു ഭാഗത്ത് കർത്താവിനെ അറിഞ്ഞു വന്ന മനുഷ്യൻ പറയാണ്, സാറിന്റെ വീട് തുറന്നു തന്നാലും ഞങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞവർ, മനസ്സിലാക്കിയവർ, രുചിച്ചറിഞ്ഞവർ
നിക്കോദമോസ് ആ കൗൺസിലിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി സംസാരിക്കുകയാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു ഭാഗം കൂടെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. അവന്റെ ശരീരം അടക്കം ചെയ്യുവാൻ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ് പീലാത്തോസിനെ പോയി കണ്ട് അനുവാദം വാങ്ങി. യേശുവിന്റെ ഭൗതിക ശരീരം കയ്യിൽ വാങ്ങിക്കൊണ്ട് പീലാത്തോസിനോട് അധികാരം വാങ്ങി യേശുവിന്റെ ഭൗതിക ശരീരം കയ്യിൽ വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ആളുകളെയും കൊണ്ട് ചുമപ്പിച്ച്, അരിമത്തിയിലെ ജോസഫ് ആരെയും വെച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ കല്ലറയുടെ അരികിൽ വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാത്? ആ ഭാഗം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കണം. കല്ലറകൾ പിളർന്നു. 3 മണി നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ദേശത്ത് കൂരിരുട്ടുണ്ടായി, ഭൂമി കുലുക്കമുണ്ടായി, ദേവാലയത്തിലെ തിരശീല രണ്ടായി ചിന്തപ്പെട്ടു. വലിയ പ്രകമ്പനങ്ങളും ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങുവാൻ സാധിക്കാതിരിക്കുന്ന സാഹചര്യം. ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പത്രോസ് പറഞ്ഞ മണിക്കൂറുകൾ കഴിയുന്ന സമയം എങ്ങനെയാണ് ഈ മനുഷ്യൻ കല്ലറയിൽ വന്നത്? യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു സഞ്ചിയും ഉണ്ടായിരുന്നു. എന്താ അതിനകത്ത്? 100 റാത്തൽ അഖിലും മൂറും കൊണ്ടുള്ള ഒരു കൂട്ടുമുണ്ടാക്കി തേർത്തിലെ ക്രൈസ്റ്റിന് ലാസ്റ്റ് ട്രിബ്യൂട്ട് നൽകുവാനായിട്ട്, യേശു കർത്താവിന് യഹൂദന്മാരുടെ ആചാരപ്രകാരമുള്ള അവസാനത്തെ ശുശ്രൂഷയെ നൽകുവാനായിട്ട് ഒരു വ്യക്തിക്ക് പോലും വരുവാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ യേശുവിന്റെ കല്ലറയ്ക്കൽ വരാൻ ധൈര്യം കാണിച്ചത് നിക്കോദമോസ് എന്ന ഒരു ഭക്തനായ മനുഷ്യനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ആദ്യത്തെ ചോദ്യം, ആരാണ്? ജീവിതത്തിൽ എത്രത്തോളം അവനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? എത്രത്തോളം അവന്റെ സാക്ഷിയായി ഈ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, നാം ഇന്ന് ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വ്യഥകളുണ്ട്. ഏറിയ ആളുകളും രോഗത്തിൻ്റെ പ്രയാസങ്ങളാണ് പറയുവാനായിട്ടുള്ളത്. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോയതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾക്കെങ്കിലും ഒറ്റപ്പെടൽ, ഏകാന്തത ഭവനത്തിന് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ധ്യാനിച്ചാൽ സ്കോട്ടിയോ എന്താണ്, കൂരിരുട്ട് ജീവിതത്തെ കാർന്നു തിന്ന് തുടങ്ങിയിട്ടുണ്ട് ചില അനുഭവങ്ങളിലെങ്കിലും. എന്നാൽ ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുന്നു. കർത്താവിൻ്റെ അരികിലാണ് നിന്റെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമുള്ളത്. ജീവിതത്തിലെ കൺഫ്യൂഷൻ ആയിക്കൊള്ളട്ടെ, അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, നമുക്ക് പരിഹാരം നൽകാൻ കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ വലിയൊരു ഉറപ്പും ധൈര്യവുമാണ് നമുക്കുണ്ടാകേണ്ടത്. ദ ക്വസ്റ്റ്യൻ ഈസ് സെയിം, ബട്ട് ദി ആൻസേഴ്സ് ആർ ഡിഫറൻറ്റ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉത്തരമായിരിക്കും പറയാനായിട്ടുള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉത്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവാരെന്ന് ദിനംതോറും രുചിച്ചറിഞ്ഞുകൊണ്ട്, അവനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.